മീനമാസ പൂജയ്ക്കായി ദർശന ക്രമീകരണത്തിൽ പുതിയ പരിഷ്കാരങ്ങളോടെ ശബരിമല നട ഇന്ന് തുറക്കുകയാണ്. 18-ാം പടി കയറിയെത്തുന്ന ഭക്തർക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ട് ദർശനം നടത്താവുന്ന രീതിയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നത്. ഇന്ന് വൈകിട്ട് 5-നാണ് നട തുറക്കുക. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇത് ഈ ഫ്ലൈ ഓവർ ഒഴിവാക്കുക അല്ലേ? അപ്പോൾ ഇപ്പോൾ മിനിറ്റിൽ അല്ലെങ്കിൽ മണിക്കൂറിൽ കയറുന്ന ഭക്തരുടെ ഒരെണ്ണമുണ്ട്. അതനുസരിച്ചാണ് താഴെ നിന്നൊക്കെ ആളുകളെ കയറ്റിവിടുന്നത് മറ്റും വലിയ തിരക്കൊക്കെ വരുമ്പോൾ അതിലൊരു വ്യത്യാസം ഉണ്ടാക്കാമെന്നാണോ? എന്താണ് ഈ പരിഷ്കാരത്തിലൂടെ ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത്? രഞ്ജിത്ത്, അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. പ്രധാനമായും ഈ 18-ാം പടി കയറി വരുന്ന ഭക്തർ ഫ്ലൈ ഓവർ വഴി തിരിഞ്ഞ് ശ്രീകോവിലിന് മുന്നിൽ എത്തുമ്പോൾ ഒരു തിക്കും തിരക്കും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കി ഒപ്പം സമയം കൂടുതൽ അയ്യപ്പന്മാർക്ക് കൂടുതൽ സമയം ദർശന സമയം കിട്ടുക എന്ന ഒരു കാര്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ സംവിധാനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആലോചിച്ച് ഉള്ളൊരു തീരുമാനമാണ് അത്. 18-ാം പടി കയറിയതിനു ശേഷം നേരെ കൊടിമരത്തിന്റെ അവിടെ തന്നെ നേരിട്ട് തന്നെ ബലിക്കൽ പുര വഴി ശ്രീകോവിലിന്റെ മുന്നിലെത്തുന്ന രീതിയാണ് ഈ സംവിധാനം. അതിൽ അങ്ങനെ ശ്രീകോവിലിന്റെ മുന്നിലെത്തി തൊഴുന്ന സംവിധാനമാണ്. അങ്ങനെ ദർശനം നടത്തുമ്പോൾ ഏകദേശം 10 മുതൽ 20 സെക്കൻഡ് വരെ ഭക്തർക്ക് ദർശന സമയം കിട്ടും. സുഗമമായി ദർശനം നടത്തിയതിനു ശേഷം മാളികപ്പുറം വഴി ഭക്തർക്ക് പുറത്തേക്ക് പോകാനും കഴിയും. അങ്ങനെ ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഓവർ വഴി കൊടിമരത്തിൽ 18-ാം പടി കയറിയ ശേഷം കൊടിമരത്തിൽ നിന്ന് ഇടതുവശത്തോടു കൂടി ഫ്ലൈ ഓവർ ചുറ്റി ഇങ്ങനെ കറങ്ങി വന്നതിന് ശേഷം ഈ ദർശന സമയം കിട്ടുന്ന 2 മുതൽ 5 സെക്കൻഡ് വരെ മാത്രമാണ്. പെട്ടെന്ന് തന്നെ ഈ വിഗ്രഹം ഒന്ന് കാണാനോ ഒന്ന് തൊഴാനോ പോലും ഭക്തർക്ക് ലഭിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ 18-ാം പടി കയറി നേരിട്ടെത്തുക. കൊടിമരത്തിന്റെ ഇടതുവശത്തിന്റെ കൊടിമരത്തിന്റെ 2 സൈഡിലേക്കും ബലിക്കൽ പുര അത് നേരിട്ട് ശ്രീകോവിലിന്റെ മുന്നിലെത്തുന്ന സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിന് പ്രത്യേക പ്ലാറ്റ്ഫോമും അതിന്റെ ബാരിക്കേഡുകളൊക്കെ ഇപ്പം സന്നിധാനത്ത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുകയാണ്. വരും ആളുകളിൽ, അതായത് സീസൺ സമയം മുതൽ ഇത്തരം കാര്യങ്ങൾ ഇത് വിജയിച്ചാൽ നടപ്പിലാക്കാനാണ് ദേവസ്വം ബോർഡ് തീരുമാനം. അങ്ങനെ വന്നാൽ ഭക്തരുടെ തിരക്ക് ഒഴിവാക്കാൻ കഴിയും. ഒപ്പം അവർക്ക് കൂടുതൽ ദർശന സമയം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 10 മുതൽ 20 സെക്കൻഡ് വരെ ഒരു ഭക്തന് ശ്രീകോവിലിന്റെ മുന്നിൽ തൊഴാനുള്ള സമയം കിട്ടുമെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. നേരത്തെ ഉള്ളത് നമ്മൾ 2 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയാണ് സമയം കിട്ടുക. അത് അത്രയും നേരം ഫ്ലൈ ഓവർ ക്യൂ നിന്നതിന് ശേഷം ഈ ശ്രീകോവിലിന്റെ മുന്നിൽ വരുമ്പം ഒന്ന് കാണാൻ പോലും പറ്റാത്ത അയ്യപ്പന്മാരുണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ സമയം ദർശനം കിട്ടുന്നതിന് വേണ്ടിയും ഒപ്പം തിരക്ക് കുറച്ച് വലിയ തിക്കും തിരക്കുമില്ലാതെ തന്നെ സോപാനത്തിന്റെ മുന്നിൽ കൂടെ പോകാനും അതുവഴി മാളികപ്പുറത്തേക്ക് പോകുന്ന ക്രമീകരണമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള പ്ലാറ്റ്ഫോമും ഈ ബാരിക്കേഡും ഒക്കെ ദേവസ്വം ബോർഡ് സജ്ജമാക്കി കഴിഞ്ഞു. ഇത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇന്ന് നട തുറക്കുന്ന വൈകിട്ട് നട തുറക്കുന്ന സമയം മുതൽ ആരംഭിക്കുക. വരുന്ന സീസൺ സമയങ്ങളിലും സമാനമായ രീതിയിൽ ഇത് തന്നെ ഇത് വിജയിച്ചാൽ ഒരുപക്ഷെ ഭക്തരുടെ അഭിപ്രായങ്ങളോട് ഒക്കെ പരിഗണിച്ച് ആളുകളുടെ തൊഴാനെത്തുന്ന ഭക്തരുടെ അഭിപ്രായമൊക്കെ ഇത് നല്ലതാണോ എന്നുള്ളൊരു അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഇത് പൂർണ്ണ തോതിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിൽ ഈ തിരക്ക് ഒഴിവായിക്കൊണ്ട് ദർശനം നടത്താനുള്ള സംവിധാനത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുന്നത് വിജയമാകും എന്നുള്ള പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡുള്ളത്. എന്തായാലും അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5-നാണ് മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത്. രഞ്ജിത്തെ, അതാണ് സാഹചര്യം. ഏതായാലും പുതിയൊരു പരീക്ഷണത്തിലേക്ക് ദേവസ്വം ബോർഡ് കടക്കുകയാണ്. ആ പരീക്ഷണം അത് വിജയകരമായാൽ വരും തിരക്കുള്ള സമയങ്ങളിലും ഇനിയും നട തുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിലുമൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശബരിമലയിൽ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ ഭക്തർക്ക് നമുക്കറിയാം, നല്ലൊരു മണ്ഡലകാലമായിരുന്നു. യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ പുതിയ ദേവസ്വം ഭരണസമിതിക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ച പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി മാത്രത്തിൽ തന്നെ ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.